അഭിലാഷ്, ഇന്നത്തെ ഹൈക്കോടതി വിധി ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ തുടർചലന സാധ്യതയാണ് ഏറ്റവും നിർണായകമാവുക. കാരണം ഇനി അന്വേഷണം നടക്കേണ്ടത് CMRL എന്ന സ്ഥാപനത്തിനപ്പുറം വീണ വിജയനിലേക്കാണ്. വീണ വിജയനെ സമൻസ് നൽകുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തുന്നു എന്നതാണ് സാഹചര്യം. അതുണ്ടാക്കുന്ന വലിയ നീക്കങ്ങൾ, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാവാം ഏറ്റവും വലുത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ED സംഘം പിണറായി വിജയൻ്റെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തുമ്പോൾ കേരളം കണ്ട വലിയ പ്രക്ഷോഭങ്ങളും വിവാദ നീക്കങ്ങളും ED ഉദ്യോഗസ്ഥരെ കടന്നാക്രമിക്കുകയും പോലെയുള്ള നീക്കങ്ങളുണ്ട്. അത്തരം പ്രതിരോധത്തിലേക്ക് ഇനി CPM വരുമോ എന്നതാണ് ചോദ്യം. അന്ന് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെയായ നീക്കം എന്ന രീതിയിലേക്കാണ് പാർട്ടി അത് വ്യാഖ്യാനിച്ചത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതാണ് ഇനി എന്തിന് വീണ വിജയന് പ്രതിരോധം ഉയർത്തണം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പ്രതിരോധം ഉയർത്താം, പാർട്ടി നേതാവായ പിണറായി വിജയന് വേണ്ടി പ്രതിരോധം ഉയർത്താം. വീണ വിജയൻ ഇതിൽ കക്ഷിയല്ല. വീണ വിജയന് വേണ്ടി പാർട്ടി അണികൾ കളത്തിലിറങ്ങേണ്ട ആവശ്യമില്ല എന്ന വികാരം പലയിടങ്ങളിലും പ്രകടമായതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഉണ്ടാവും. CPM വലിയ പരസ്യ നീക്കങ്ങൾക്കൊന്നും ആ രീതിയിൽ പ്രവർത്തകരെ അണിനിരത്തിയുള്ള നീക്കത്തിനൊന്നും സാധ്യതയില്ല. അത് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുമെന്ന് വിലയിരുത്തും. എന്തായാലും വീണ വിജയൻ അന്വേഷണത്തിന് വഴങ്ങേണ്ടി വരും. ED വിളിച്ചു വരുത്തും. ഇന്നെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തീരുമാനം അതായിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള EDയുടെ അന്വേഷണ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമായിരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തെളിവെടുപ്പുണ്ടാകും. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഏത് രീതിയിൽ ഇനി CPM ഈ വിഷയത്തിൽ നിലപാടെടുക്കും, പിണറായി വിജയൻ നിലപാടെടുക്കുമെന്നതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള വലിയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുള്ള പരസ്യ നീക്കങ്ങൾക്ക് സാധ്യതയില്ലെന്ന് തന്നെ. ഇപ്പോൾ ഷോൺ ജോർജ്, BJP നേതാവ് ഷോൺ ജോർജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷോൺ ജോർജ്, താങ്കൾ നടത്തുന്ന ഒരു നിയമ പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണല്ലോ ഇത്. ഇപ്പോൾ ഇതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി വിധിക്കുകയാണ്. ഇനി ചടുലമായ നീക്കങ്ങൾ EDയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, സ്വാഭാവികമായി നിയമപരമായി എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോ ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് EDയാണ്. അവര് അവരുടെ ഇനി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിയമപരമായി എന്തു നടപടി സ്വീകരിക്കുന്നതിനും EDക്ക് ഇപ്പോ ഒരു തടസ്സമില്ല. ശരി, പറയൂ. അല്ല, ഇനി അത് EDയുടെ ഡിസ്കഷൻ ആണല്ലോ. അവരെന്ത് ചെയ്യും? EDയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, EDയുടെ ഡയറക്ടർ തന്നെ കൊച്ചിയിലുണ്ട്. EDയുടെ ഡയറക്ടർ പല കാര്യങ്ങൾക്കോ ഓഫീസ് കാര്യങ്ങൾക്കോ ഔദ്യോഗികമായൊക്കെ ആകാം എത്തുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ടതല്ലേ ശ്രീ ഷോൺ? അല്ലല്ല, അവരുടെ ഇന്റേണൽ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാനോ അതിനെക്കുറിച്ച് എന്താണെന്ന് പറയാം. സ്വാഭാവികമായി ഈ ദിവസങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള അന്വേഷണം, അവർ നടത്തിയിട്ടുള്ള റെയ്ഡ്, അവർക്ക് കിട്ടിയിട്ടുള്ള രേഖകൾ, തെളിവുകൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ EDക്ക് ഒരു പാറ്റേൺ ഉണ്ടല്ലോ. അവർ സ്വാഭാവികമായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി സ്വീകരിക്കുന്നത്. ചിലപ്പോൾ സമൻസ് ആകാം, ചിലപ്പോൾ അറസ്റ്റ് ആകാം. ഇതൊന്നും നമ്മൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണ ഏജൻസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനോ ഞാൻ പോവുകയില്ല. ശരി. ഒപ്പം താങ്കൾക്കറിയാമല്ലോ, ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എങ്ങനെയും മുടക്കുക, അതിനുവേണ്ടിയുള്ള നിരവധിയായ നീക്കങ്ങൾ നടന്നിരുന്നു. പല കോടതികളിൽ അടക്കം സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2 വർഷമാണ് ഇതിനെ തടസ്സപ്പെടുത്തിയത്. അത് ഞാൻ പറയില്ലേ, കുറെ കാലത്തിനൊക്കെ പണവും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് നിയമത്തെ വിലയ്ക്ക് വാങ്ങിക്കാൻ, നിയമത്തെ പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയോ അതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയോ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. അത് എന്തെങ്കിലും പുറത്തു വരും. അതാണ് ഇപ്പോൾ കാണുന്നത്. ഈ കഴിഞ്ഞ പരിശോധനാ ദിനം അന്ന് താങ്കളുടെ വീട്ടിലേക്കടക്കമൊക്കെ CPIM പ്രവർത്തകർ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. EDയുടെ വാഹനം തല്ലിപ്പൊളിക്കുന്നത് കേരളം കണ്ടതാണ്. ഇനിയിപ്പോൾ ആ പ്രതിരോധം ചോർന്നു പോവുകയാണോ? നമുക്ക് നോക്കാം. നമുക്കത് ഇത്തരത്തിലുള്ള CPMനെ ഏതറ്റം വരെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ സ്വാഭാവികമല്ലേ CMRL സുപ്രീം കോടതിയിലേക്ക് പോകില്ലേ? CMR സുപ്രീം കോടതി പോകാൻ തിങ്കളാഴ്ച പോകാൻ പറ്റുള്ളൂ. 2 ദിവസം മുമ്പിലില്ലേ? അതാണ് ഞാൻ നേരത്തെ അത് താങ്കളോട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നേരത്തെ ED ഈ 2 ദിവസം എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ EDക്ക് മുന്നിലെന്ന്. അല്ല, EDയെ സംബന്ധിച്ചോളം ഈ 2 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ എന്താണ് നടപടി സ്വീകരിക്കുന്നത് നമുക്കറിയാൻ കഴിയില്ല. പക്ഷെ EDക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു കോടതിയുടെയും ഇടപെടലില്ലാത്ത 2 ദിവസം മുമ്പിലുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോയാലും താങ്കളുടെ ഒരു പരിജ്ഞാനം വെച്ച് ഇതിൽ എന്തെങ്കിലും CMRനോ വീണയ്ക്കോ ഒരു കാരണം നിരവധി സുപ്രീം കോടതി തന്നെ നിരവധി റൂളിംഗ്സ് കിടപ്പുണ്ട്, നിരവധി ജഡ്ജ്മെന്റ് കിടപ്പുണ്ട്. ഒരു കാരണവശാലും ഈ വിഷയം പാസ് ചെയ്യാന്നുള്ള ഇവരുടെ ആവശ്യം ഇപ്പോഴത്തെ രീതി നിയമപരമായി
നടത്തില്ല. പിന്നെ 1-2 ആഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താമസിപ്പിക്കാൻ പറ്റത്രേ ഉള്ളൂ. ഇതിൽ താങ്കൾ ഇതിന്റെ ഡോക്യുമെന്റുകൾ കുറെ ശേഖരിച്ച ആളെന്ന നിലയിൽ ഇനിയിപ്പോൾ ഇഡിക്ക് തീർച്ചയായും വീണയെ ചോദ്യം ചെയ്യേണ്ടതായി വരില്ലേ, വീണയെ വിളിപ്പിക്കേണ്ടതായി വരില്ലേ ഷോൺ? 100% അത് ഇനി ഇപ്പൊ കിട്ടിയ ഡോക്യുമെന്റ് അടിസ്ഥാനത്തിൽ SFIയുടെ എൻക്വയറി തന്നെ വീണയെ പ്രതിയാക്കാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. പിന്നെ കൂടുതൽ ഡോക്യുമെന്റ്സ് ഒന്നും കളക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റീഡൊക്കെ പ്രൊസീജിയേഴ്സ് എന്നതിനപ്പുറത്തേക്ക് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമിച്ചുള്ള ഡോക്യുമെന്റ്സ് അവരുണ്ട്. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അവർ പ്രതിയാകാനുള്ള എല്ലാ രേഖകളും ഞാൻ തന്നെ എന്റെ പരാതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ തെളിവുകളുടെ ഒന്നും വലിയ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശരി, ഈ താങ്കൾക്ക് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരില്ലേ? അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ? സോറി കേട്ടില്ല. അതായത് ഈ ക്രമക്കേടുകളിൽ ഈ സ്ഥിരത കൈവരുമ്പോൾ സ്വാഭാവികമായും വീണ അറസ്റ്റ് പോലുള്ള നടപടികൾ നേരിടേണ്ടി വരില്ലേ? അതല്ല, അതൊക്കെ തീരുമാനം എടുക്കേണ്ട രീതിയല്ലേ, നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല, അല്ല അവരുടെ തീരുമാനത്തിൽപ്പെടുന്ന കാര്യങ്ങൾ. ശരി, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഇഡിയുടെ അന്വേഷണം അത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇഡിക്ക് മാസപ്പടി കേസിൽ അന്വേഷണം തുടരാം, നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഹൈക്കോടതി അസന്നിഗ്ധമായി പറയുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ വിധി പ്രസ്താവത്തിന് തൊട്ടു പിന്നാലെ ആയിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ അടക്കം. അത് ടി വീണ താമസിക്കുന്ന വീടാണ്, അതുകൊണ്ടാണ് അവിടെ പരിശോധന നടത്തിയത്. അങ്ങനെയുള്ള പരിശോധനയടക്കം നടന്നത്. ആ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങിയ വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇനി ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ 2 ദിവസം, ആ 2 ദിവസം സുപ്രീം കോടതിയിലേക്ക് എത്തിയാൽ പോലും ഈ 2 ദിവസത്തെ ഗ്യാപ്പ് എന്നത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 2 ദിവസത്തിനകം നിർണായകമായ നീക്കങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ, അതെയോ ഇ ഡി സുപ്രീം കോടതിക്ക് എന്താണ് പറയാനുള്ളത് എന്നതുവരെ കാത്തിരിക്കുമോ? അതായത് അനാവശ്യ തിടുക്കം കാട്ടി എന്ന തരത്തിലൊക്കെയുള്ള വാദം തീർച്ചയായും സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ CMRL ഉന്നയിക്കും. അങ്ങനെയുള്ള പശ്ചാത്തലം കൂടി സ്വാഭാവികമായും ഇ ഡിയും പരിശോധിക്കും. പ്രത്യേകിച്ച് ഇ ഡിയുടെ അഭിഭാഷകരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് ഇനി എന്തൊക്കെയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്ന തുടർ നീക്കങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.